വിഴിഞ്ഞം രാജ്യത്തിന്റെ അഭിമാനം. തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഇനി രാജ്യത്തിന് സ്വന്തം. വിഴിഞ്ഞത്ത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ പുരോഗതിയിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം പുതുതലമുറ വികസനത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്രാടിസ്ഥാന സൌകര്യങ്ങളിൽ ഒരു പ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം. ട്രാൻസ്ഷിപ്പ് ഹബ്ബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും വരും കാലത്ത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതിലൂടെ ലോകത്തിലെ വലിയ വലിയ ചരക്കുകപ്പലുകൾക്ക് വളരെ വേഗത്തിൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ കഴിയും. ഇത് സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടുമെന്നും വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുരോഗതിയിലേക്കുള്ള ചുവടുവയ്പ്പാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. കേരളം രാജ്യ പുരോഗതിക്ക് വലിയ പങ്ക് വഹിക്കുന്നുവെന്നും ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അദാനി അതിവേഗം പൂർത്തിയാക്കി. 30 വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുന്നുവെങ്കിലും ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടന്നു. സ്വകാര്യ മേഖലയുമായി ചേർന്നുള്ള പ്രവർത്തനത്തെയും അദാനിയെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രശംസിച്ചു. മന്ത്രി VN വാസുവിന്റെ പ്രസംഗം പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा शायद करने के लिए तैयार रहना पड़ेगा. വന്ദേ ഭാരത് ബൈപ്പാസുകൾ ജൽജീവൻ തുടങ്ങി കേരളത്തിന് നിരവധി പദ്ധതികൾ നൽകിയെന്നും കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ, MPമാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, MLA M വിൻസെന്റ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.